കോഴിക്കോട് ടു എറണാകുളം ഈ ഒരു സമയത്ത് പോകാൻ പറ്റിയ ബെസ്റ്റ് റൂട്ട് ഏതാണെന്ന് കാണിച്ചു തരാം. കണ്ടോക്കിയാലോ. ഗൂഗിൾ മാപ്പ് നോക്കുകയാണെങ്കിൽ ഏറ്റവും ദൂരം കുറവെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തിരൂര്, പൊന്നാനി, കൊടുങ്ങല്ലൂർ വഴി നമ്മൾ പണ്ടേ പോകുന്ന എറണാകുളം റൂട്ടാണ്. പക്ഷേ ഇപ്പൊ പൊന്നാനി കഴിഞ്ഞാൽ പിന്നെ റോഡ് പറ്റ മോശം കേട്ടോ. അതുകൊണ്ട് തന്നെ ഇപ്പൊ നമുക്ക് ഏറ്റവും എളുപ്പം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാമനാട്ടുകര കോട്ടക്കൽ വഴിയുള്ള കുറ്റിപ്പുറം റോഡാണ്. അതായത് നമ്മുടെ NH66 തന്നെ. അതിൽ തന്നെ കോഴിക്കോട് മുതൽ കുറ്റിപ്പുറം വരെയുള്ള 66 കിലോമീറ്റർ ഓൾമോസ്റ്റ് 95% പണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഏകദേശം കോട്ടക്കലും വളാഞ്ചേരിയും പോലുള്ള കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമേ നമുക്ക് കുറച്ചൊരു ബുദ്ധിമുട്ടുള്ളൂ. ബാക്കി എല്ലാം അടിപൊളി റൂട്ടാണ്. കുറ്റിപ്പുറം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എടപ്പാൾ റൂട്ടിലാണ് പോകുന്നത്. അതായത് NH66 പൊന്നാനി വഴി അങ്ങോട്ട് പോകും. പക്ഷെ അവിടെ റോഡ് പണിയാണ്. അതുകൊണ്ട് എടപ്പാൾ, ചങ്ങരംകുളം, പെരുമ്പിലാവ് വഴിയാണ് പിന്നെ നമുക്ക് പോകേണ്ടത്. എന്നാൽ പെരുമ്പിലാവ് കഴിഞ്ഞിട്ട് നമുക്ക് കുന്നംകുളം പോകേണ്ട ആവശ്യമില്ല. പെരുമ്പിലാവ് കഴിഞ്ഞ് അക്കിക്കാവ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇതാ ഇങ്ങനെ ഒരു ജംഗ്ഷൻ കാണാം. ഇവിടുന്ന് ഇടത്തെ ഭാഗത്തൂടെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് നേരെ കേച്ചേരി എത്താൻ പറ്റും. അതിൽ തന്നെ അക്കിക്കാവ് മുതൽ പന്നിത്തടം വരെയുള്ള 3 കിലോമീറ്റർ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ അത് കഴിഞ്ഞിട്ട് പിന്നെ കേച്ചേരി വരെ അടിപൊളി റോഡാണ്. അതുപോലെ തന്നെ നമുക്ക് ഏകദേശം ഒരു 4 കിലോമീറ്ററോളം ദൂരം കുറവാണ്. നല്ല അടിപൊളി കാഴ്ചകളും കാണാൻ പറ്റും. കേച്ചേരി ടൗണിൽ നിന്ന് പിന്നെ ലെഫ്റ്റ് പോയിട്ടുണ്ടെങ്കിൽ നേരെ തൃശ്ശൂരാണ്. കുറച്ച് ഭാഗങ്ങളൊക്കെ റോഡ് മോശമാണ്. പക്ഷെ എന്നാലും ഓൾമോസ്റ്റ് അടിപൊളിയാണ്. അവിടുന്ന് മണ്ണൂത്തി വഴിയോ അല്ലെങ്കിൽ പൊൻകുന്ന വഴിയോ നേരെ NH544 കയറുക. പിന്നെ നേരെ ചാലക്കുടി, അങ്കമാലി, ആലുവ, എറണാകുളം. കഴിയുന്നതും അതിരാവിലെ ഇറങ്ങുക. അങ്ങനെ ആകുമ്പോൾ തൃശ്ശൂരുള്ള ബ്ലോക്കുകളൊക്കെ ഒഴിവാക്കാൻ പറ്റും.